അൻസിബ വരട്ടെ. അൻസിബയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയ ഒരു സമയത്താണ്. ബിക്കോസ് ഒരുപാട് വാചാലിയായിട്ട് സംസാരിക്കുകയും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ചോദിച്ചറിഞ്ഞ ഒരാളും കൂടിയാണ്. ആ ഷോട്ട് എങ്ങനെയാണ് എടുത്തത് രജിത്ത്, ഈ ഷോട്ട് എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നേ ഞാൻ ചോദിച്ചു, എന്താ പറയുക, ടെക്നിക്കൽ ലെവലിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഡയറക്ടറൊക്കെ ആവുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞു, ഡെഫിനറ്റ്ലി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാണ്, ഞാൻ ഇനി അതിലേക്ക് കടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ, അത്തരത്തിലുള്ളൊരു ടെക്നിക്കൽ ആസ്പിറേഷൻ, ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ എന്നുള്ള സംഭവമൊക്കെ എങ്ങനെയാണ് മനസ്സിൽ വന്നത്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ്, ആൻഡ് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുക? സംവിധായകയാകുമെന്നൊക്കെയുള്ള വലിയ അതെ, റോഷനെ ആ സിനിമയിൽ പരിഗണിക്കണം കേട്ടോ സംവിധായകമാകുമ്പോൾ. രജത്തും ഞാനും റിയാസ്ക ഞങ്ങളെല്ലാവരും ഒരു ആ ഷോയിലൂടെയാണ് ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടത്. രജത്ത് ഇത് ഒരുപാട് 3-4 വീഡിയോ ആൽബം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ ഷോട്ട് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ. ലാസ്റ്റ് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. സെറീന വഹാബ് മാം ആയിരുന്നു അതിൽ അഭിനയിച്ച്. അപ്പോൾ അതിൽ സെറീന വഹാബ് മാം ആണ് അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ഞാൻ അവരെപ്പോഴാണ് വരിക, എപ്പോഴാണ് ഷൂട്ട്, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വരട്ടെ രജത്ത്. അപ്പോൾ പറഞ്ഞു നീ വാ. അപ്പോൾ ആ സമയത്ത് വെച്ച് ഞാൻ വേറെ എവിടെ പോയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുക, എന്താ എങ്ങനെ അങ്ങനെ ഒരു അംബിഷൻ ഉണ്ട് അൻസിബയ്ക്ക്? ആരെ പറഞ്ഞാൽ സ്വപ്നം കാണുന്നതിനും ആഗ്രഹിക്കുന്നതിനും ഒന്നും പ്രത്യേകിച്ചൊരു പരിധിയുടെയും പരിമിതിയുടെ ആവശ്യമില്ല. അല്ല, ഞാൻ എഴുതാറുണ്ട്. കവിതയൊക്കെ എഴുതാറുണ്ടെന്ന് കേട്ടെ, ഒരുപാട് പ്രണയ കവിതകൾ എഴുതി. അതൊന്നും എഴുതിയിട്ടില്ല. പിന്നെ കവിത എഴുതുന്ന ആരൊക്കെയാണ്? പൂച്ചയെ കുറിച്ചോ പട്ടിയെ കുറിച്ചൊക്കെയാണ് കവിത എഴുതുന്നത്? അങ്ങനെയല്ല, മനുഷ്യനെ കുറിച്ചോ അവരുടെ വികാരങ്ങളെ കുറിച്ച്. സത്യം പറയല്ലേ, കവിത എഴുതാൻ എനിക്കറിയില്ല. ഞാൻ കവിതാരചനയ്ക്ക് എനിക്ക് പക്ഷേ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ, മിസ് എനിക്ക് മലയാളത്തിന് എപ്പോഴും നല്ല മാർക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ മിസ് വിചാരിച്ചു ഞാൻ ഭയങ്കര കവിയത്രിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് കവിത എഴുതാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പ്രകൃതി എനിക്ക് സബ്ജക്ട്, പ്രകൃതിയോടാണ് അല്ല പ്രകൃതി എനിക്ക് സബ്ജക്ട് ടീച്ചർ തന്നതാ. ഞാൻ എങ്ങനൊക്കെ ഇരുന്ന് എഴുതിയിട്ടും ഞാൻ കഥ എഴുതും, പക്ഷെ എനിക്ക് കവിത എഴുതാൻ കുറച്ചുകൂടെ വാക്കുകൾ അറിയണം, പര്യായ പദങ്ങളും പിന്നെ ഉൽപ്രേക്ഷ ഉപമ കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, വൃത്തം. അപ്പൊ ഇതൊക്കെ നോക്കി ചെയ്യാനുള്ളൊരു കഥ എഴുതി വല്ലതും പബ്ലിഷ് ചെയ്തോ? ഇല്ല. ആരെയും കൊണ്ടെങ്കിലും വായിപ്പിച്ചോ? എത്ര പേരാണ്, ആരാണ് ആ വായനക്ക് ഇരയാകുന്ന ആൾക്കാർ? ആദ്യം വായനക്ക് ഇരയാവുന്നത് എൻ്റെ ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി, എൻ്റെ ഫ്രണ്ട്സ്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യണം മനസ്സിലാ? ഫ്രണ്ട്സ് ഒക്കെ പറയും പബ്ലിഷ് ചെയ്തൂടെ എന്നൊക്കെ. അപ്പൊ ഞാന് എത്ര കഥയുണ്ട് ഇപ്പൊ കയ്യിൽ? ഒരു 10-15 കഥയുണ്ടോ? 10-15 ഒന്നുമില്ല. എഴുതിയാൽ അധികം കഥ ഞാൻ തന്നെ കൊണ്ടുപോയി കളയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വായിച്ചേക്കും അയ്യേ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കളയും. അപ്പൊ ഉമ്മ ഏതെങ്കിലും ഒക്കെ എടുത്തു വെക്കും. ആ എടുത്തു വെച്ച 1-2 എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് ഉർവശി ചേച്ചി വായിച്ചിട്ട് ഉർവശി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉർവശി ചേച്ചി അത് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അൻസിബേനെ എനിക്ക് പരിചയം പരീപ്പണ്ടാരി എന്ന് പറഞ്ഞുള്ള പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അൻസിബയിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടർ, എൻ്റെ മകളായിട്ടാണ് അൻസിബ അഭിനയിക്കുന്നത്. അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്ലാമറസ് അല്ലാത്ത ക്യാരക്ടർ. അവളുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ടോൺ ഡൗൺ ചെയ്തിട്ടായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അൻസിബയിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ട്രസ്സാണ്. എൻ്റെ ഒരു ആക്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും അൻസിബ നല്ല ആക്ട്രസ്സാണ്. അൻസിബയ്ക്ക് ഒരു പാട്ട് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത് അൻസിബ ഒരാളെ കാണുമ്പോഴാണ് ആ പാടുക. അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് അൻസിബ പാടും. ആരെ കാണുമ്പോൾ ഉള്ള പാട്ടാണെന്നാ പറയുന്നത്? അങ്ങനെയല്ല, അത് ഞാൻ കൈരളി ചാനലിന് വേണ്ടി 5 പ്രൊമോഷന് ഞാൻ എല്ലാ ചാനലിലും സെലിബ്രിറ്റീസ് ആയിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. സൂര്യ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ കൈരളിക്ക് വേണ്ടി ചെയ്തത് ഞാനാണ്. അപ്പോൾ ഞാനാണെങ്കിൽ സൂര്യ ഭയങ്കര സൂര്യ ഫാനാണ്. സൂര്യൻ്റെ എല്ലാ മൂവീസും കാണും. അപ്പോൾ ഞാൻ ആദ്യമായി കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സൂര്യ അത്ര സംസാരിക്കാത്ത ഒരാളാണ്, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ ഇത് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണല്ലേ. അപ്പോൾ എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയും. ഞാൻ തമിഴ് സിനിമകൾ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് എനിക്ക് തമിഴ് നന്നായി സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഞാൻ സൂര്യ സാർ വന്നപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സാറ് വന്നൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് അത് സാറ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഇരുന്നിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ തമിഴിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്തു.
അത് ചെയ്തിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ தான் புரிஞ்சிருச்சு நீங்கள் ദൃശ്യത്തിൽ നടിച്ചിങ്കല്ല. അപ്പം ഞാൻ പറഞ്ഞു ആമാ പറഞ്ഞു ഉങ്ക കൈ കൊടുങ്ക. ഞാൻ ഒരു ഫാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കൈ കൊടുത്തപ്പോൾ എനിക്ക് കൈ തന്നു. അപ്പം ഞാൻ താങ്ക് യു. അപ്പോൾ ഞാനൊരു പെൺകുട്ടി, അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഭയങ്കര കുശുമ്പായി, അൻസിബയ്ക്ക് മാത്രം ഷേക്ക് ഹാൻഡ് കൊടുത്തു, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവളെങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു இல்ல நான் அது அவங்களுக்கு கொடுத்தே ஆகணும், நல்லா பண்ணியிருந்தேன் அந்த படத்தில், நான் ஜோ அப்பா அம்மா எல்லாரும் சேர்ந்து உட்காந்து தான் பார்த்தேன், ரொம்ப பிடிச்சிருக்கு, நல்லா பண்ணியிருக்கீங்கன்னு പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറന്നുപോയി. ഞാൻ പറഞ്ഞു അതിനുശേഷമാണ് പിന്നെ പാട്ട് പാടി തുടങ്ങി. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാധാരണ എല്ലാ ഇൻ്റർവ്യൂവിലും നിങ്ങൾ ഒരു പാട്ട് പാടുறீங்களா സാർ അങ്ങനെയല്ലേ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പാടിയേ ആകണം, ഞാൻ പാടട്ടുമാ? യാ ഷോ വൈ നോട്ട് സിംഗ് എന്ന് പറഞ്ഞു സൂര്യസ്. അപ്പം ഞാൻ என் இதயம் இதுவரை துடித்ததில்லை, இப்போ துடிக்கிறதே. என் மனசு இதுவரை பறந்ததில்லை, இப்போ பறக்கிறதே. அது எதனால் புரியவில்லை, அதனால் பொடிக்கிறதே. இது சுகமா வலியா புரியவில்லை, கொஞ்சம் சுகமும் கொஞ்சம் வலியும் சேர்ந்து துரத்துகிறதே.